ബസ് സ്റ്റാൻഡിനോട് ചേർന്ന മാലിന്യം കുന്നുകൂടി കിടന്നിരുന്ന ഒരു സ്ഥലം നഗരസഭ മനസ്സുവെച്ചപ്പോൾ മനോഹരമായ ഒരു പാർക്കായി മാറി. കൽച്ചിൽ എന്ന് പേരിട്ടിരിക്കുന്ന പാർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്രയും പാഴ്വസ്തുക്കളാണ്. തടിക്കഷ്ണങ്ങളും പഴയ തയ്യൽ മെഷീനുമൊക്കെ ഇരിപ്പിടങ്ങളായി മാറി. പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ ഗിറ്റാറിന് അലങ്കാരമായി. കൽപ്പറ്റ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് പാർക്ക് ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ DR മേഘശ്രീ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വേസ്റ്റ് ഇൻടു വണ്ടർ പാർക്ക് എന്നൊരു കൺസെപ്റ്റാണ് ഇതിലുള്ളത്. മാലിന്യം വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമായി കിടന്ന ഒരു സ്ഥലമായിരുന്നു. അത്തരത്തിലൊരു സ്ഥലം കുറച്ച് ആളുകൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു കൺസെപ്റ്റിൽ ഒരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പാറക്കെട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ അർബൻ വേസ്റ്റ് വണ്ടർ പാർക്ക് എന്ന ആശയമാണ് കൽപ്പറ്റയിൽ കൽച്ചിൽ പാർക്കായി മാറിയത്. കൽപ്പറ്റ നഗരസഭയാണ് പാർക്ക് നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. രാത്രിയായാൽ കള്ള് കുടിച്ച് കുപ്പികൾ കൊണ്ടിടരും, അങ്ങനത്തെ പല വൃത്തിയേട് സംഭവങ്ങളൊക്കെ കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി നല്ലൊരു കാര്യമാണ്. വേസ്റ്റ് പാർക്ക് എന്ന ആശയം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകും. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, നമ്മൾ വേണ്ട എന്ന് കരുതി വലിച്ചെറിയുന്ന ഓരോ വസ്തുക്കളിൽ നിന്നും മനോഹരമായ മറ്റൊരു രൂപം ഗംഭീരമായി പിറന്നിരിക്കുകയാണ്. അതൊരു പാർക്കായി മാറിയിരിക്കുകയാണ്. എന്തായാലും കൽപ്പറ്റ നഗരസഭയുടെ ഈ ഒരു ഐഡിയ മറ്റുള്ളവർ കൂടി അങ്ങ് മാതൃകയാക്കി എടുത്താൽ ഗംഭീരമായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് അവർ എത്തിപ്പെടുന്നത്? ഇപ്പോൾ പാർക്കിലേക്ക് ഒരുപാട് പേരൊക്കെ എത്തുന്നുണ്ടോ? ഹിമ, പാഴ്വസ്തുക്കൾ കൊണ്ടൊരു പാർക്ക്, അതും വേസ്റ്റുകളൊക്കെ കുന്നുകൂടി കിടന്നൊരു സ്ഥലം. ഈ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ചെറിയൊരു സ്ഥലമാണ്, പാറക്കല്ലുകളൊക്കെയുള്ള സ്ഥലം. അവിടെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു കെട്ടിടങ്ങളിൽ നിന്നുമൊക്കെ അങ്ങനെ ഒരു സ്ഥലം ഒഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വേസ്റ്റൊക്കെ അവിടെ നിക്ഷേപിക്കും, പാഴ്വസ്തുക്കളൊക്കെ നിക്ഷേപിക്കും. അങ്ങനെ കാട് പിടിച്ച് ദുർഗന്ധം വമിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അതാണ് ഇത്തരത്തിൽ മനോഹരമായൊരു പാർക്ക്, കൽപ്പറ്റയെ ചില്ലാക്കാനുള്ള കൽച്ചിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പാർക്കായി മാറിയിരിക്കുന്നത്. ആ പാർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നതും അത്തരത്തിലുള്ള പാഴ്വസ്തുക്കളാണ്. പഴയ ഹോർഡിംഗ്, ഈ അടുത്ത കാലത്ത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ഈ പഴയ ഈ ബോർഡുകളും ഹോർഡിങ്ങുകളും ഒക്കെ എടുത്തു മാറ്റിയിരുന്നു. അതിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാഴ്ത്തടികൾ, അതുപോലെ ഇരുമ്പിൻ്റെ ഫ്രെയിം, അത്തരം സാധനങ്ങളൊക്കെയാണ് ഈ പാർക്കിൽ വേലിക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പഴയ ശീതളപാനീയങ്ങളുടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികൾ ഗിറ്റാറിന് മുകളിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു. പഴയ തയ്യൽ മെഷീൻ ഇരിപ്പിടമായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ പാഴ്വസ്തുക്കളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മനോഹരമായൊരു പാർക്ക്, സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു പദ്ധതി കൂടിയാണ്. ഇത്തരത്തിൽ വേസ്റ്റ് ടു വണ്ടർ പാർക്ക് എന്ന ഒരു പ്രൊജക്ടിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിൽ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു പാർക്കൊന്നും അല്ലെങ്കിൽ കൂടി ഈ ബസ് സ്റ്റാൻഡിൽ ഒക്കെ എത്തുന്ന ആളുകൾക്ക് സമയം ചെലവിടാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം നഗരത്തിൻ്റെ നടുക്ക് തന്നെ അങ്ങനെ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു പാർക്കൊക്കെ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ഇതൊരു പ്രചോദനമാണ്. കാരണം പലയിടത്തും ഈ നഗരസഭയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ഉടമസ്ഥയിൽ ഇത്തരം ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഒന്നും ഉപയോഗിക്കാതെ പാഴ്വസ്തുക്കളൊക്കെ ഇട്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിട്ടുണ്ടാകും. അത്തരം സ്ഥലങ്ങളൊക്കെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുക. ഇത്രയും മനോഹരമായൊരു പാർക്കായി മാറിയാൽ എന്തായാലും ആളുകൾ അവിടെ വേസ്റ്റ് ഒന്നും കൊണ്ടിടില്ലല്ലോ. അത് സംരക്ഷിക്കാൻ അതിനടുത്തുള്ള സ്ഥാപനങ്ങളും ആ നാട്ടുകാരും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഇഷ്ടമാകും അങ്ങനെ ഒരു സ്ഥലം. അത്തരത്തിലൊരു മാതൃകയാണ് ഗംഭീരമായൊരു സ്ഥലം. അതിനിപ്പോൾ ഒരുപാട് വിശാലതയൊന്നും വേണ്ട. ഇങ്ങനെ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്ന ഇടങ്ങൾ അങ്ങ് വൃത്തിയാക്കി കുഞ്ഞുങ്ങൾ കൂടി വന്നിരിക്കാൻ കഴിയുന്ന രീതിയിൽ ഗംഭീരമാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അത്ര കൂടി മനോഹരമാകും. ആളുകൾക്ക് രോഗം പകരുന്നതിൽ നിന്നുകൂടി അത്രത്തോളം മുക്തി നേടുമെന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കൽപ്പറ്റ നഗരസഭയുടെ ഈ ഒരു ഐഡിയ മറ്റ് നഗരസഭകൾ കൂടി ഏറ്റെടുത്താൽ അത് കൂടുതൽ മനോഹരമായിരിക്കും.